വെൽക്കം ബാക്ക്. ഓൺലൈൻ ബോട്ടണി ക്ലാസ്സിന്റെ ഈ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനിമൽ ബ്രീഡിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. മേ ബി ഓഫ് ടു ടൈംസ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ് ഈസ് ഓഫ് ടു ടൈംസ്, ഇൻബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ഇതില് ഇൻബ്രീഡിംഗ് ടെക്നിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. Now we will pass on to outbreeding. നോക്കാം. Outbreeding is the mating of unrelated animals. Whenever inbreeding depressions becomes a problem in animals, we can mate unrelated animals of the same breed which restore fertility and productivity in animals. Inbreeding depression കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ഡ്യൂ ടു കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ്. ആനിമൽസിൽ കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ് നടത്തിയാൽ ഫെർട്ടിലിറ്റി ലോസ് ചെയ്യുന്ന അവസ്ഥക്കാണ് നമ്മൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് എന്ന് പറയുന്നത്. സോ ടു ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വി ക്യാൻ മേറ്റ് ആനിമൽസ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ് ഓഫ് ദി സെയിം ബ്രീഡ്. സെയിം ബ്രീഡിൽ തന്നെ ഡിഫറെന്റ് ജനറേഷനുള്ള ആനിമൽസിനെയോ അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെയോ മേറ്റ് ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തിൽ വി കൻ ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വിച്ച് ഹെൽപ്സ് ടു റീസ്റ്റോർ ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ആനിമൽസ്. ഇസ് കോൾഡ് ഔട്ട് ബ്രീഡിംഗ്. മേ ബി ഓഫ് ത്രീ മെയിൻ ടൈപ്സ്. നോക്കാം. ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ്, ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. മൂന്ന് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഔട്ട് ക്രോസിംഗ് നോക്കാം. ഔട്ട് ക്രോസിംഗ് ഈസ് ദി മേറ്റിംഗ് ഓഫ് ആനിമൽസ് വിത്തിൻ ദി സെയിം ബ്രീഡ് ബട്ട് ഹാവിംഗ് different ancestors on either side of the pedigree, and it is repeated for 4 to 6 generations. Offsprings of outcrossing is called an outcross. Outcrossing is the best method for increasing productivity in below average animals. ഇവിടെ നമുക്കറിയാം, ആനിമൽസിന് കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗിന്റെ അടിസ്ഥാനത്തിൽ ഫെർട്ടിലിറ്റി ലോസ് ആയ ആനിമൽസിൽ ഒരു പരിധിവരെ പ്രൊഡക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് ഔട്ട്ക്രോസിംഗ്. നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഞാനവിടെ 2 എക്സാമ്പിൾസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഓക്സ് ഈസ് ക്രോസ്ഡ് വിത്ത് കൗ. രണ്ടാമത്തത് ബുള്ളോക്ക് ഈസ് ക്രോസ്ഡ് വിത്ത് ബഫലോ. ഞാനിവിടെ പറഞ്ഞു, ഇവിടെ നമ്മള് ആനിമൽസില് പ്രൊഡക്ഷൻ റേറ്റ് വളരെയധികം കുറഞ്ഞ ആനിമൽസുകളുണ്ട്. ഒരു പരിധിവരെ പ്രൊഡക്ഷൻ കാണിക്കുന്ന സുപ്പീരിയർ ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിലിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തേല് ഓക്സ് മെയിലാണ്, കൗ ഫീമെയിലാണ്, then bullock male ആണ്, buffalo female ആണ്. So we are selecting superior male and female from below average animals, and they are mated naturally or artificially inseminated. So we can obtain F1 progenies. From F1 progenies we are again selecting superior male and female, and it is mated naturally or artificially, and it is repeated for 4 to 6 generations. So 6th generation is become an outcross. So outcrossing is the best method for increasing productivity in below average animals. Okay. നോക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് outcrossing. ഒന്നാമത് നോക്കാം. Outcrossing is the best method for increasing productivity in below average animals. ഞാൻ പറഞ്ഞു, ആനിമൽസിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ ആനിമൽസുകളിൽ ഒരു പരിധിവരെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഔട്ട്ക്രോസിംഗ്. and it increase the milk quantity, wool quantity and quality. Then meat and rate of growth become increase in animals. രണ്ടാമത്തെ നോക്കാം. A single outcross has the ability to overcome inbreeding depression because we are selecting
male from one ancestor and female from another ancestor, and they are mated, and it is repeated for 4 to 6 generation, and 6th generation is become an outcross, or offspring is become an outcross, and outcross will overcome inbreeding depression. Okay, so ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് രണ്ട് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. രണ്ടാമത് നോക്കാം ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് നോക്കാം. സുപ്പീരിയർ മെയിൽസ് ഓഫ് വൺ ബ്രീഡ് ഈസ് ക്രോസ്ഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് another breed. So here we are selecting superior male from one breed and superior female from another breed, and they are mated. The formed offspring is a crossbreed or hybrid which is having desirable qualities of both parents. Then നമുക്ക് പറയാം. ഇപ്പോ ക്രോസ് ബ്രീഡിംഗ് ആണ്, ക്രോസിംഗ് പ്രോസസ് ആണ്. എക്സാമ്പിൾ നോക്കാം. Hizadane is a new breed of sheep developed in Punjab by crossing Bikanery ewes with Merino rams. A parents നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രോസ് ചെയ്ത് വരുന്ന ഹൈബ്രിഡ് ഷീപ്പ് ആണ് ഹിസാഡൈൻ. അപ്പൊ അതില് ബിക്കാനറി ewe എന്ന് പറഞ്ഞാൽ ewe means breed of Bikanery district of Rajasthan. രാജസ്ഥാനിലെ ബിക്കാനറി ഡിസ്ട്രിക്റ്റ് ഉള്ള ഒരു ബ്രീഡാണ് ബിക്കാനറി, and it is crossed with Merino rams, Australian or Spanish breed, and forming a new hybrid Hizadale is having high wool quality. എന്ന് നമുക്ക് പറയാം, high wool quality. Then മൂന്നാമത് നോക്കാം interspecific hybridization. നോക്കാം mating of male and female animals of two different species is called interspecific hybridization. So here we are selecting male and female animals of two different species. രണ്ട് വ്യത്യസ്തമായുള്ള സ്പീഷീസിൽ നിന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ ആനിമൽസ് നമ്മൾ സെലക്ട് ചെയ്യണം, and the formed offspring is called interspecific hybrid. എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത് നോക്കാം മ്യൂൾ. അതിന്റെ പാരന്റ്സ് നോക്കാം. ഫീമെയിൽ ഹോഴ്സ് ഈസ് ക്രോസ്ഡ് വിത്ത് മെയിൽ ഡോങ്കി ആൻഡ് ഫോമിംഗ് മ്യൂൾ. മ്യൂൾ ഈസ് എ work animal for carrying heavy goods in mountain region. രണ്ടാമത് നോക്കാം. മെയിൽ ഹോഴ്സ് ഈസ് ക്രോസ്ഡ് വിത്ത് ഫീമെയിൽ ഡോങ്കി ആൻഡ് ഫോമിംഗ് ഹിന്നി. രണ്ടും സ്റ്റെറൈൽ ആണ്, നോ ഫെർട്ടിലിറ്റി, ബോത്ത് ഓഫ് ദം ആർ സ്റ്റെറൈൽ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ലൈഗർ. പാരന്റ് നോക്കണം. മെയിൽ ലയൺ ഈസ് ക്രോസ്ഡ് വിത്ത് ഫീമെയിൽ ടൈഗർ ആൻഡ് ഫോമിംഗ് ലൈഗർ. അടുത്തത് ടൈഗൺ. Male tiger is crossed with a female lion and forming tiger. അടുത്തത് wolfin. Male whale is crossed with a female dolphin and forming wolfin. വേറെ എക്സാമ്പിൾ ആണ് നൽകിയിട്ടുണ്ട്. ലിയോപ്പഡ്. അതിന്റെ പാരന്റ്സ് നിങ്ങളൊന്ന് കണ്ടെത്തുക. അപ്പൊ ഇത്തരത്തില് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡുകളെ ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. So we are selecting male and female animals of two different species. Okay, അപ്പൊ ഇതാണ് ഔട്ട്ക്രോസിംഗിലുള്ള ഔട്ട്ബ്രീഡിംഗിലുള്ള മൂന്ന് ടൈപ്സുകളാണ് ഔട്ട്ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് interspecific hybridization. Okay, now we will pass on to the controlled breeding experiments or artificial methods, maybe of two types. നോക്കാം. Artificial insemination or AI. രണ്ടാമത് നോക്കാം multiple ovulation, embryo transfer or MOIT. ആദ്യത്തെ നോക്കാം artificial insemination. So here instead of natural mating we can done artificial insemination in animal breeding techniques. So here we are selecting semen of the superior male, and it is directly injected into the reproductive tract of the particular female, and it is done by a veterinary surgeon to all animals. നമുക്കറിയാം ഗവൺമെന്റ് മൃഗാശുപത്രിയിലൊക്കെ എല്ലാ ആനിമൽസിലും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, and it is done by a veterinary surgeon to all animals for increasing productivity.
So whenever we are selecting semen from a foreign breed, the semen can be frozen or transported in a frozen form where the female is housed as semen bank, and the technique is called cryopreservation. നമ്മൾ പറഞ്ഞ ഭാഗമാണ് semen bank. Semen can be collected and it is stored in liquid nitrogen at -196 degrees Celsius as semen bank, and the technique is called cryopreservation. അപ്പൊ അത്തരത്തില് ആനിമൽസ് നമ്മള് സെമൻ കളക്ട് ചെയ്യുന്നു, അത് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഫീമെയിലിലേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നു. നമുക്ക് ആ ഡയഗ്രാം കാണാം, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നൗ we will pass on to the advantages of artificial insemination. നോക്കാം, ഒന്നാമത്തെ നോക്കാം. Artificial insemination helps to overcome problems of normal mating. നമുക്കറിയാം, നോർമൽ മീറ്റിംഗില് മെയിലില് സെമന്റെ ക്വാണ്ടിറ്റി കുറയാം, ഫീമെയിലിന്റെ ഓവം ക്വാണ്ടിറ്റി കുറയാം, and it leads to fertilization failure. So by artificial insemination we can overcome the problems of normal mating process. രണ്ടാമത്തെ നോക്കാം. Semen of a single bull can be used to inseminate a number of female cattle. So a number of female cattle at a time become inseminated by the semen of a single live bull. Okay, now the collected semen can be transported in a frozen form to where the female is housed as semen bank, and the technique is called cryopreservation. ഇവിടെ നമുക്ക് ഫോറിൻ ബ്രീഡ്സിന്റെ സെമൻ ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഉദ്ദേശിക്കുന്ന ഫീമെയിലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അത് നമുക്ക് ഫ്രോസൺ ഫോമില് മാറ്റാം. ക്ലിയർ? അടുത്ത്, chance of spreading of diseases become very low in this method. അപ്പൊ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി സുപ്പീരിയർ മെയിലിന്റെ സെമനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ദർ ഈസ് നോ ചാൻസ് ഓഫ് സ്പ്രെഡിംഗ് ഓഫ് diseases to female cattles. Okay, now the second method, multiple ovulation embryo transfer technology. MOIT. Okay, MOIT is the best method for herd improvement in animals. Animals വളരെ അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരു സ്പീഷ്യസിൽ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് മോയിറ്റ്. അപ്പൊ നോക്കാം, അതിന്റെ മെത്തേഡ്സ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. സോ ഹിയർ എ കൗ വിത്ത് ഡിസൈറബിൾ ക്വാളിറ്റീസ് അഡ്മിനിസ്റ്റേർഡ് വിത്ത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടു ഇൻഡ്യൂസ് earlier follicular maturation leads to slower ovulation. So here we are injecting FSH hormone to the reproductive tract of the female cow, which leads to follicular maturation and super ovulation. Ovulation rate become increase. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. A number of follicles undergo maturation and producing 6 to 8 egg cell instead of 1 egg cell per cycle. So here instead of 1 egg cell, 6 to 8 egg cells are formed. Okay, now the female cow is inseminated with an alive bull. So the semen of the alive bull is collected and it is injected into the reproductive tract of the female cow. അടുത്ത സ്റ്റെപ്പ് നോക്കാം. Fertilization become occur. Fertilized eggs at 8 to 32 cell stage are collected not surgically and it is implanted into the surrogate mother. Okay, ഇവിടെ fertilization നടക്കുന്നു and the fertilized eggs at 8 to 32 cell stage are collected from the female cow reproductive tract and it is implanted into surrogate mother. Surrogate mother is a carrier mother, and the surrogate mother can produce approximately 6 to 8 offsprings at a birth. ഒരു ബർത്തിൽ തന്നെ 6 മുതൽ 8 വരെ ഓഫ്സ്പ്രിങ്സിനെ ഫോം ചെയ്യാം. അപ്പൊ ഇത്തരത്തില് ഒരു സ്പീഷ്യസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക്
പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് മോയിറ്റ്. അനദർ കേസ്, ദി ജനറ്റിക് മദർ can again be induced to superovulate for another round. എന്ന് പറഞ്ഞാൽ നമ്മള് ജനറ്റിക് മദർ ആയിട്ട് ഉപയോഗിച്ച ആദ്യത്തെ ഫീമെയിൽ കവന് വീണ്ടും നമുക്ക് FSH കൊടുക്കാം, അതിന് സൂപ്പറോവുലേഷൻ നടത്താം, അതിന് മറ്റൊരു എലൈക്കുളിന്റെ സെമനുമായിട്ട് ഇൻസെമിനേറ്റ് ചെയ്ത് അതിന്റെ എക്സനെ നമുക്ക് മറ്റൊരു സറോഗേറ്റ് മദറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ സറോഗേറ്റ് മദറിൽ നമുക്ക് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിന് പ്രൊഡക്ഷൻ നടത്താം. അപ്പൊ ഇത്തരത്തില് ആനിമൽസില് പോപ്പുലേഷൻ ഡെൻസിറ്റി, ഹേർഡ് സൈസ്, ഹേർഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് മോയിറ്റ്. ഓക്കെ, യെസ്. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഒന്നാമത്തെ നോക്കാം. മോയിറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ഇൻ കാറ്റിൽസ്, ഷീപ്പ്, റാബിറ്റ്സ്, ബഫലോസ് ആൻഡ് മെയേഴ്സ്. മെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഹോഴ്സ് ആണ്. ഇതിലൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആണ് മോയിറ്റ്. അടുത്ത നോക്കാം. മോയിറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ ഹേർഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ആനിമൽസ് അറ്റ് എ ഷോർട്ട് ടൈം. വളരെ കുറഞ്ഞ പീരീഡില് ആനിമൽസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ഹേർഡ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, ഒരു ആനിമൽസിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് മോയിറ്റ്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ നമ്മള് രണ്ട് മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ. ഓക്കെ, നൗ വി വിൽ പാസ് ഓൺ ടു ദി തേർഡ് ടോപ്പിക് ഇൻ ആനിമൽ ഹസ്ബൻഡറി. രണ്ട് ടോപ്പിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡയറി ഫാം, പൗൾട്രി ഫാം മാനേജ്മെന്റ്. മൂന്നാമത്തെ ടോപ്പിക് ആണ് ബീ കീപ്പിംഗ് ഓർ എപ്പികൾച്ചർ. നോക്കാം. അപ്പൊ ഇതില് വളരെയധികം ആദായകരമായ ഒരു കുടിൽ വ്യവസായമാണ് തേനീച്ച വളർത്തൽ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നതല്ല, നമുക്കറിയാം നമ്മള് അനിമൽ ഹസ്ബൻഡറിയില് എന്താണ് ആനിമൽസിന്റെ പ്രൊഡക്ഷൻ, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിലൊരു ബെസ്റ്റ് മെത്തേഡാണ്, വളരെയധികം എംപ്ലോയ്മെന്റ് ഉള്ള ആദായകരമായിട്ടൊരു മെത്തേഡാണ് തേനീച്ച വളർത്തുന്നത്, ബീ കീപ്പിംഗ് ഓർ എപ്പികൾച്ചർ. നോക്കാം. ദി മെയിന്റനൻസ് ഓഫ് ഹൈവ്സ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹണി ഈസ് കോൾഡ് ബീ കീപ്പിംഗ് ഓർ എപ്പികൾച്ചർ. And it is an age-old cottage industry. Then the place where the honeybees are grown is called apiary. One who engaged in beekeeping is called beekeepers or bee farmers or apiarists or apiculturists. നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തില് വളരെ ആദായകരമായിട്ടുള്ളൊരു കുടിൽ വ്യവസായമാണ് ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് ഇതിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സുകൾ പറയുന്നതാണ്. നൗ ഇതിലുള്ള കോമൺ സ്പീഷ്യസുകൾ നമുക്ക് നോക്കാം. ദി കോമൺ സ്പീഷ്യസ് യൂസ്ഡ് ഇൻ ബീ കീപ്പിംഗ് നോക്കാം. എപ്പിസ് ഇൻഡിക്ക, ഇന്ത്യൻ ബി. എപ്പിസ് ഡോർസേറ്റ, റോക്ക് ബി. എപ്പിസ് ഫ്ലോറെ, ലിറ്റിൽ ബി. എപ്പിസ് മെല്ലിഫറ, ഇറ്റാലിയൻ ബി. So all these are the some of the bee species we are used in beekeeping or apiculture. Now we will pass on to the steps in successful beekeeping. അപ്പൊ ഇവിടെ നമ്മള് ഇതിന്റെ ബീകീപ്പിംഗ് സ്റ്റെപ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞു, അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബീകീപ്പിംഗ് അല്ലെങ്കിൽ എപ്പികൾച്ചർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അതിന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ 7 സ്റ്റെപ്സുകൾ സീക്വൻസ് ആയിട്ടൊന്ന് പഠിക്കുക. നോക്കാം. ഒന്നാമത് നോക്കാം, നോളേജ് ഓഫ് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ്. നമ്മള് ഏത് ടൈപ്പ് ബീസ് ടൈപ്പ് നമ്മളെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള ബീ സ്പീഷീസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ സെലക്ഷൻ ഓഫ് സൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ബീ ഹൈവ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മള് ബീ ഹൈവ്സ് കീപ്പ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നമുക്കറിയാം ഈ കൂടുകള്
സ്ഥാപിക്കുന്ന സ്ഥലങ്ങള് സാധാരണ അരീക്കാനറ്റ് പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ, ഇത്തരത്തില് ഫ്ലവറിംഗ് പ്ലാന്റ്സുകളുള്ള ലൊക്കേഷനിലാണ് നമ്മൾ സാധാരണ ബീ ഹൈവ്സുകൾ കീപ്പ് ചെയ്യാറുള്ളത്. അതിന് അനുയോജ്യമായുള്ള ബീ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ദെൻ കാച്ചിങ് ആൻഡ് ഹൈവിംഗ് ഓഫ് സ്വാംസ്. ഇനി അതിൽ നമ്മൾ എന്താണ്, ബീസ് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. ദെൻ മാനേജ്മെന്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിംഗ് ഡിഫറെന്റ് സീസൺ. വ്യത്യസ്തമായുള്ള സീസൺ നമ്മൾ ബീ ഹൈവ്സിനെ കീപ്പ് ചെയ്യണം, മാനേജ്. റെയിനി സീസൺ, സമ്മർ സീസണിൽ ഈ സമയത്തൊക്കെ ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ഷനിൽ മാറ്റങ്ങൾ വരും. അതിനനുസരിച്ച് നമ്മൾ എന്താണ്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ സപ്ലൈ ചെയ്യും. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീസ് വാക്സ് ഫ്രം ദി ബീ ഹൈവ്സ്. സോ ദീസ് ആർ സം ഓഫ് ദി സ്റ്റെപ്സ് ഫോർ ദി സക്സസ്ഫുൾ ബീ കീപ്പിംഗ്. അപ്പൊ ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ ഒന്ന് സീക്വൻസ് ആയിട്ട് പഠിക്കുക. പലപ്പോഴും അത് എക്സാമിനേഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നൗ വി വിൽ പാസ് ഓൺ ടു ദി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഹണി ബീസ്. നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഹണി ബീസ് പ്രൊവൈഡ് ഹണി ആൻഡ് ബീസ് വാക്സ് ഫോർ മാൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് നോക്കാം. ഹണി ഈസ് എ ഫുഡ് ഓഫ് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഷുഗേഴ്സ്, വാട്ടർ, മിനറൽസ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, എൻസൈംസ് ആൻഡ് പോളൻസ്. ഓക്കെ, അതിന്റെ ഒരു കോമ്പോസിഷൻ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാമത്. അടുത്ത് മൂന്നാമത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ഇൻഡിജിനസ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. ഇറ്റ്സ് ആപ്ലിക്കേഷൻ പ്രിവെന്റ്സ് ഇൻഫെക്ഷൻ ടു എ ബോൺ. ഇപ്പോ എന്താണ്, പൊള്ളലേറ്റ് നമ്മള് തേൻ പുരട്ടാറുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദിക് മെഡിസിനൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ കോമ്പണന്റ് ആയിട്ട് മെഡിസിനില് അവിടെ ഹണി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ beeswax is used in the preparation of cosmetics, candles, polishes of various kinds. Clear ആണ്? അടുത്ത നോക്കാം. Honeybees are the pollinators of many crop plants. Majority crop plantsലും pollinators ആയിട്ട് ആക്ട് ചെയ്യുന്നത് honeybees ആണ്. Then last one, keeping of beehives in crop means increase the crop yield and honey yield. കാരണം ക്രോപ്പിന് പോളിനേഷൻ നടത്തി കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ബീസിന് ആവശ്യമായിട്ടുള്ള ഹണി ആ ക്രോപ്പിന്റെ പ്ലാന്റ്സിൽ നിന്ന്, ഫ്ലവറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ മ്യൂച്വൽ അസോസിയേഷൻ, സിംബിയോട്ടിക് അസോസിയേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.